ലോകത്തിലെ തന്നെ ഏറ്റവും വളരെ രുചിയുള്ള ഏറ്റവും ഔഷധമുള്ള ഒരു ചീരയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായ മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു ചീരയാണ് നമ്മുടെ കഞ്ഞിച്ചീര അഥവാ കഞ്ഞിത്തൂവ എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിലായാൽ ചൊറിയും. പക്ഷേ ഇതിൻ്റെ തൂമ്പാണ് എടുക്കാറ്. ഈ തൂമ്പ് ഇങ്ങനെ നുള്ളുക. ഈ നുള്ളിയതിന് ശേഷം നല്ലവണ്ണം കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇളം തണ്ടും ഇലയും മാത്രം എടുക്കുക. എടുത്തതിന് ശരിക്ക് നമ്മുടെ മുരിങ്ങ അരിയുന്നത് പോലെ, മുരിങ്ങ നമ്മൾ ഉപ്പേരി വെക്കുന്നത് പോലെ, തോരൻ വെക്കുന്നത് പോലെ ഇത് തോരൻ വെക്കുക. ഇത് ചൊറിയാതിരിക്കാൻ ഒരു ഗ്ലൗസ് ഇട്ടാൽ മതി. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ചൊറിയുകയില്ല. ഇത് വളരെയധികം മനുഷ്യ ശരീരത്തിന് ഹെൽത്തിയാണ്. എങ്ങനെയാണ് നമ്മുടെ മറ്റുള്ള ചീരകൾ എങ്ങനെയാണ് നമ്മൾ ഉപ്പേരി വെക്കാറ് അഥവാ തോരൻ വെക്കാറ്, അത് അതേപോലെ തന്നെയാണ് ഇതും തോരൻ വെക്കാറ്. നാളികേരവും ചെറിയുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇത് തോരൻ വെക്കാറ്. ലോകത്തിലെ തന്നെ ഏറ്റവും ടേസ്റ്റുള്ളൊരു ചീരയാണിത്. നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കണ്ടുവരുന്നു. ഇതാണ് അതിൻ്റെ ചെടി. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചീര, ഈ ഒരു ഇല നിങ്ങൾ തോരൻ ഉണ്ടാക്കി അല്ലെങ്കിൽ താളിച്ചോ തോരൻ ഉണ്ടാക്കിയോ കഴിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അറിയണം ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ. അതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ പണ്ട് മുതലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ചീരയാണ് ഈ ഒരു ഇല. നമ്മുടെ ഇപ്രാവശ്യത്തെ ആളുകൾക്ക്, യുവതലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നാണ് ഇതിൻ്റെ വാസ്തവം. ഇത് പിന്നെ ശരിക്കും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ചൊറിയും. ഇതിൻ്റെ വിത്ത് പൊട്ടി മുളിച്ചിട്ടാണ് ഇത് പരാഗണം ചെയ്യാറ്. ഈ വിത്ത് മണ്ണിൽ കിടന്ന് വേനലിൽ അതേപോലെ മണ്ണിൽ കിടക്കും. ആ മണ്ണിൽ കിടന്നത് മഴയായ സമയത്ത് ഇത് പൊട്ടിമുളക്കും. ഇതിൻ്റെ വിത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ചെടി. ഇത് തണ്ട് ചുവപ്പാണ്. വേര് പിന്നെ വളരെ ധാരാളമായി കണ്ടുവരുന്നു. ഇത് ഒരു വല്ലാതെ ഹൈറ്റ് വരികയില്ല. നല്ല വളമുള്ള സ്ഥലത്ത് പെട്ടെന്ന് നല്ല തിങ്ങി നിറഞ്ഞുണ്ടാകും. ഇതിൻ്റെ വിത്താണ് ഈ കാണുന്നത്. ഇത് വിത്ത് നല്ല വണ്ണം ഉണ്ടായി അത് മൂപ്പ് ആയതിനു ശേഷം ഇത് മണ്ണിലേക്ക് വീഴുന്നതാണ്. മണ്ണിലേക്ക് വീഴുന്നത് വേനൽക്കാലത്ത് അതേപോലെ നിൽക്കും. എപ്പോഴാണോ മഴ പെയ്യുന്നത് ആ സമയത്ത് ഇത് പൊട്ടിമുളച്ചുണ്ടാകും. ഇത് നമ്മൾ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പറമ്പിൽ വളരെ ധാരാളമായി ഫ്രീ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പറമ്പിൽ എവിടെയുണ്ടെങ്കിലും അവിടെ വീണ്ടും പൊട്ടിമുളച്ച് ഉണ്ടാകുന്ന ഒരു ചീരയാണ് കഞ്ഞിച്ചീര അഥവാ തൂവച്ചീര. ഇത് ചൊറിയും എന്നുള്ളൊരു ദോഷവശം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചു നോക്കണം. അത്രക്കും വലിയ ടേസ്റ്റാണ്. ലോകത്തിൽ മറ്റുള്ള ചീരകൾ മുഴുവൻ ഈ ചീരയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഈ ചീരയുടെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഈ ചീരയാണ്. അതുകൊണ്ട് ഈ ചീരയുടെ ചെറിയ കുഞ്ഞു അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.